അപ്പോൾ അർജന്റീന ഗ്രൂപ്പ് സ്റ്റേജിലെ മൂന്നാമത്തെ മത്സരവും കളിച്ചു. ഈ ഒരു 3 മത്സരം നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതിലൊരു പ്രത്യേകത പറഞ്ഞാൽ ആദ്യ മത്സരത്തിൽ മെസ്സി ഹാട്രിക് അടിച്ചതിന് ശേഷം മെസ്സിയെ പിൻവലിക്കുന്നത് കണ്ടു. രണ്ടാം മത്സരത്തിൽ മെസ്സി ഫുൾ ടൈം കളിക്കുന്നത് കണ്ടു. മൂന്നാം മത്സരത്തിൽ മെസ്സി സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വരുന്നത് കണ്ടു. മൂന്നിലും 3 ടൈപ്പ് ഓഫ് മെസ്സിയാണുള്ളത്. പക്ഷെ മൂന്നിലും ഗോൾ അടിച്ചു. മെസ്സിയായി കളിക്കുന്നു. അതായത് ഒരു മാറ്റവും ഇല്ല. കിട്ടുന്ന ഏത് അവസരത്തിലും ആളുടെ ഒരു മികവ് എന്താണെന്ന് കാണിക്കുന്നതൊക്കെ കണ്ടു. അപ്പം ഈ ഒരു 3 മത്സരങ്ങൾ എഴുതുമ്പോൾ മൂന്നാമത്തെ മത്സരത്തിൽ ഒരുപാട് ചേഞ്ചുകളുമായിട്ടാണ് സ്കലോണി വന്നത്. കാരണം ഒന്നാം സ്ഥാനം ഉറപ്പിച്ചതാണ്, നോക്കൗട്ട് ഉറപ്പിച്ചതാണ്, ഒരു പരീക്ഷണം നടത്താനുള്ള അവസരമാണ്. ഈ ഒരു പരീക്ഷണം നടത്തിയപ്പോൾ ഏറ്റവും ഇംപ്രസ് ചെയ്ത ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഏതൊരു പ്ലെയറാണ് ഷാഫിക്ക ബേസിക്കലി ഇംപ്രസ് ചെയ്ത്? ഉറപ്പായിട്ടും ജോനി ലോസെൽസോ എന്ന് പറയുന്ന പ്ലെയർ തന്നെയാണ്. കാരണം ലോസെൽസോ ആണ് ശരിക്കും പിന്നെ ഈ സ്കലോണി സിസ്റ്റത്തിൻ്റെ ഒരു ആദ്യകാലത്ത് ഒരു അടിക്കൽ, ഒരു മൂലക്കൽ എന്ന് പറയുന്ന സംഗതി. ലോസെൽസോക്ക് പരിക്കേറ്റുകൊണ്ട് മാത്രമാണ് കഴിഞ്ഞ വേൾഡ് കപ്പിൽ നമുക്ക് ടീം മാറ്റേണ്ടി വന്നത്. ലോസെൽസോ ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന പ്ലെയറാണ്. അപ്പോൾ ലോസെൽസോണ് ഇന്ന് പിന്നെ ഏറ്റവും ഷൈൻ ചെയ്തായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറ്റൊന്ന് എനിക്ക് നിക്കോ പാസ്, അദ്ദേഹത്തിൻ്റെ ഒരു എല്ലാവരും മെസ്സിയുമായി കമ്പയർ ചെയ്യുന്നൊരു പ്ലെയറാണ്. പിന്നെ നിക്കോ പാസ് ഏകദേശം മെസ്സിയസ്ക് ആയിട്ടുള്ള മൂവ്മെൻറ്റുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ വെറ്ററൻ താരം പിന്നെ ഒറ്റമെൻറ്റി ഇന്ന് സ്റ്റാർട്ട് ചെയ്തു. നല്ല ഒരു പിന്നെ കളിയായിരുന്നു. ഒരു ഗോൾ വഴങ്ങി എന്നുള്ളത് ചോദിച്ചാൽ ഒറ്റമെൻറ്റും നല്ല കളി. പിന്നെ മൊത്തത്തിൽ ടീം എല്ലാവരും കളിച്ചിട്ടുണ്ട്. ലിയാൻഡോ പെരേസിനും പിന്നെ സ്റ്റാർട്ട് വല്ല അപൂർവ്വമേ കിട്ടാറുള്ളൂ. അദ്ദേഹം ആ റോളിൽ തൻ്റെ പിന്നെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോൾ അദ്ദേഹം തിളങ്ങിയിട്ടുണ്ട്. എടുത്തു പറഞ്ഞെങ്കിൽ കുറേ ഉണ്ട്. പക്ഷേ പറഞ്ഞ പോലെ എനിക്ക് ലോസെൽസോണ് എനിക്ക് അതിനകത്തൊരു സിംഗിൾ ഔട്ട് ചെയ്യാൻ പറ്റിയ പ്ലെയറെ തോന്നിയിട്ടില്ല. ഇപ്പോൾ ഈ ഒരു വേൾഡ് കപ്പ് മൊത്തം ക്യാമ്പയിൻ നമ്മൾ സംസാരിക്കുകയാണ്. അപ്പം അർജന്റീന അടിച്ച ഗോളുകൾ 2 ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നേടിയത് മെസ്സിയാണ്. ഒരു പക്ഷേ ഈ മത്സരത്തിൽ മെസ്സി സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ ആ പെനാൽറ്റി എടുക്കേണ്ടതും മെസ്സിയാണ്, ആ ഫ്രീ കിക്ക് എടുക്കേണ്ടത്. അതായത് എല്ലാം മെസ്സിമയം ഉള്ള ഗോളുകളാണ്. അപ്പോൾ ഈ ഒരു വേൾഡ് കപ്പ് ക്യാമ്പയിനിൽ ബാക്കി താരങ്ങൾ ഇൻഡിവിജ്വലി ബ്രില്യൻ്റ് ആവാത്തതിൻ്റെ ഒരു പോരായ്മ അർജന്റീനക്ക് ഉണ്ടോ? അങ്ങനെ പോരായ്മയൊന്നുമില്ല. കാരണം മെസ്സി പിന്നെ തിളങ്ങുന്ന സമയത്ത് ഒരാൾ ഓൾറെഡി ജോബ് ഡൺ ആണ്, പണി നടക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ വെറുതെ ടെൻഷനാകുന്നു. പക്ഷേ ഇന്നത്തെ മാച്ചിൽ പ്രത്യേകത മെസ്സി കളിക്കുക എന്നുള്ളത് അർജന്റീനൻ്റെയോ അല്ലെങ്കിൽ സ്കലോണിൻ്റെയോ ആവശ്യമായിരുന്നില്ല, ഗാലറിൻ്റെ ആവശ്യമായിരുന്നു. 70,000 ആൾക്കാരാണ് കളിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവർ വന്നിട്ടുള്ളത് മെസ്സി ജേഴ്സി ഇട്ടിട്ടാണ്. അപ്പോൾ മെസ്സി ഇറങ്ങുക എന്നുള്ളത് അവരുടെ, അപ്പോൾ ആ ഒരു പിന്നെ ഒരു ആരാധകരുടെ ഒരു ആവശ്യം പിന്നെ പുലർത്തുക എന്നുള്ളത് ആണ് എനിക്ക് തോന്നുന്നില്ല സ്കലോനി ഇന്ന് മെസ്സി ഇറക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മെസ്സി ഇറക്കിയതിന് ശേഷം കാര്യമായിട്ട് പിന്നെ മെസ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കുറച്ച് സമയത്ത് കളിച്ചുള്ളെങ്കിൽ പോലും ആ സമയത്ത് അദ്ദേഹത്തിന് ഇൻവോൾവ് ആകാൻ പറ്റുന്നു. ഫ്രീ കിക്കിൽ മനോഹരമായ ഗോൾ നേടുന്നു. പക്ഷേ ഇതിലൊക്കെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ മാച്ചിൽ അർജന്റീന നേടിയ 3 ഗോളുകളും ഡെഡ് ബോൾ ഗോളുകളാണ്. എന്ന് പറഞ്ഞാൽ 2 ഫ്രീ കിക്കും ഒരു പെനാൽറ്റിയാണ് ഇട്ടിട്ടുള്ളത്. ഫീൽഡ് ഗോൾ ഇന്ന് അർജന്റീനയ്ക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല. അത് ജോർഡാനെ പോലെ ഒരു ചെറിയ ടീമാണ്. ജോർഡാന വളരെ ചെറിയ പരിമിത വിഭവങ്ങളുള്ള ടീമാണ്. ആ ടീമിനെതിരെ പോലും ഒരു ഫീൽഡ് ഗോൾ നേടാൻ കഴിഞ്ഞാൽ അത് ഇന്നത്തെ മാച്ചിൽ അർജന്റീനയുടെ പോരായ്മയായിട്ട് ഞാൻ കാണുന്നുണ്ട്. അതേസമയം എങ്കിൽ ജോർഡാനെങ്കിൽ ഒരു 4 ഫീൽഡ് ഗോൾ നേടുകയും ചെയ്തു. എമി മാർട്ടിൻസ് ഗോളിൽ നിൽക്കുന്ന പോസ്റ്റിലേക്ക് ഒരു ഗോൾ അടിക്കുകയും ചെയ്തു. നല്ല ഗോളായിരുന്നു. എനിക്കൊന്നും ജോർദാൻ ഈ ഗ്രൂപ്പ് സ്റ്റേജുകളിൽ ബാക്കി ഓസ്ട്രേലിയയോട് കളിച്ചതും അൾജീരിയയോട് കളിച്ചൊക്കെ മറ്റേത് അർജന്റീനയോട് ഒരുപക്ഷെ നന്നായി കളിച്ചു എന്ന് നമുക്ക് എടുത്ത് പറയേണ്ടി വരുന്നുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പോൾ ആ ഗോൾ നേടിയ അദ്ദേഹത്തിൻ്റെ പേരെന്താണ്, തമരി, മൂസ തമരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ ഓർമ്മ. അപ്പോൾ ആ പ്ലെയർ പിന്നെ ഞാൻ ശ്രദ്ധിച്ച കാര്യത്തിൽ അദ്ദേഹം അതിന് മുമ്പ് തൊട്ട് മുമ്പ് ഒരു നല്ല ചാൻസ് പിന്നെ മുകളിലൂടെ അടിച്ച് നശിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പൊസിഷനിങ് ഭയങ്കര അത് ഇവരെ ഒരു ശൈലി തരുന്നു. ബോക്സിലേക്ക് ബോൾ എത്തിക്ക് അടിക്കുക എന്നുള്ളൊരു പണി അവർ കുറേ നേരം നോക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് എൻ്റെ കിട്ടി കൃത്യമായിട്ടുള്ള പാസ്സായിരുന്നു, വളരെ കൃത്യമായ ക്ലിനിക്കൽ ഫിനിഷിംഗ് ആയിരുന്നു. പക്ഷേ ഈ മാച്ചിൽ പിന്നെ ഫീൽഡ് ഗോൾ എന്ന് പറഞ്ഞാൽ ആ ഒരു ഗോൾ മാത്രം വന്നിട്ടുള്ളത്. അപ്പോൾ അർജന്റീനയുടെ ഒരു കാര്യം വെച്ചാൽ ഈ ഫസി പറഞ്ഞ പോലെ മെസ്സി ഗോൾ അടിച്ചതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രശ്നം അനുഭവിക്കുന്നില്ല. പക്ഷേ ഇന്ന് മെസ്സി വരുന്നതിന് മുമ്പ് 2 ഗോൾ ലീഡിന് നിൽക്കുകയാണ്. കുറേ ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫിനിഷ് ചെയ്യുന്ന പ്രത്യേകിച്ചും പിന്നെ നമ്മുടെ ലൗതാറോ മാർട്ടിനസും ഹൂലിയൻ അൽവാരസും അവരൊക്കെ ഫിനിഷിങ്ങിലേക്ക് ബോൾ നെറ്റിലെത്തിക്കാൻ പറ്റാത്തൊരു പ്രോബ്ലം ഇപ്പോഴും ഉണ്ട്. അതൊരു ചെറിയൊരു വെല്ലുവിളിയായിട്ട് അവിടെ ഉണ്ടെങ്കിൽ പോലും മെസ്സി പിന്നെ ഓൺ സോങ് ആകുമ്പോൾ ഈ പ്രശ്നം മറികടക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഇതിൽ മറ്റൊരു രസകരമായ കാര്യം വെച്ചാൽ മെസ്സിയാണ് മൊത്തം 8 ഗോൾ 6 ഗോൾ അടിച്ചത് മെസ്സിയാണ്. മെസ്സി മൈതാനത്തുള്ളപ്പോൾ വേറെ ആരും ഗോൾ അടിക്കുന്നില്ല. അടിക്കുന്നില്ല, മെസ്സിക്ക് മാത്രം അടിച്ചാൽ മതി. അതുകൊണ്ട് മെസ്സിൻ്റെ പേര് അസിസ്റ്റും ഇല്ല എന്നുള്ള സാധാരണ മെസ്സി അസിസ്റ്റ് പേരാണ് പറയപ്പെടാറുള്ള കാര്യം. മെസ്സിൻ്റെ പേര് അസിസ്റ്റ് ഇല്ല, 6 ഗോളാണ്, 0 അസിസ്റ്റാണ് മെസ്സിക്കുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു 2022 വേൾഡ് കപ്പിൻ്റെ ക്യാമ്പയിനിൽ ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റാർട്ടോട് കൂടി തുടങ്ങി, പിന്നെ ഇതൊരു സ്മൂത്തായി മാറി, പിന്നെ അങ്ങോട്ടേക്ക് ഒരു ഹൈ വോൾട്ടേജിൽ അർജന്റീന നിന്ന് കത്തുന്നത് കണ്ടു. ഈ ഒരു വേൾഡ് കപ്പിലേക്കും കഴിഞ്ഞ വേൾഡ് കപ്പും ഈ ഒരു വേൾഡ് കപ്പിലെയും ഗ്രൂപ്പ് സ്റ്റേജ് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ബേസിക്കലി അർജന്റീനക്ക് വന്നൊരു എക്സ്ട്രാക്ടർ, എന്താ ഒരു ചേഞ്ച് എന്ന് പറയാൻ പറ്റില്ല നമുക്ക്? അതെന്താണ് ബേസിക്കലി? 2 കാര്യങ്ങൾ. ഒന്ന്, അർജന്റീന വരുന്നത് ലോക ചാമ്പ്യന്മാരായിട്ടാണ്. പിന്നെ ഒന്ന് വ്യക്തമായ പ്ലാനോട് കൂടി. കഴിഞ്ഞ വേൾഡ് കപ്പിന് വരുമ്പോൾ നമുക്കറിയില്ല. കാരണം കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഏറ്റവും വലിയ ബ്ലോ വന്നിട്ടുള്ളത് ലോസെൽസോ എന്ന് പറയുന്ന പ്ലെയർ അവസാന നിമിഷം നഷ്ടപ്പെടുന്നൊരു സംഗതി ഉണ്ടായി. പിന്നെ ആ സിസ്റ്റം അധികം അങ്ങനെ ചാലുമായിട്ടുണ്ടായിരുന്നില്ല.
കാരണം മെസ്സി തന്നെ 2018 വേൾഡ് കപ്പിന് ശേഷം ഇത് കളിക്കുമോ തിരിച്ച് വരുമോ ഇല്ല എന്നുള്ള കാര്യത്തിൽ കുറേ കാലം ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ മെസ്സിയെ കൺവിൻസ് ചെയ്ത് കളിപ്പിക്കുന്നു, അതിന് സബ് ചെയ്ത് വരുന്നു, പിന്നെ അങ്ങനെ ടീമിൽ വരിക ചെയ്തത്. പക്ഷേ കഴിഞ്ഞ വേൾഡ് കപ്പ് ഈ വേൾഡ് കപ്പിനിടയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെസ്സി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടീമിൻ്റെ എക്സ് ഫാക്ടർ മെസ്സി തന്നെയാണ്. അതിനകത്ത് വേറൊരു ഡൗട്ടും ഇല്ല. മെസ്സി ഉണ്ടാവുന്ന കാര്യത്തിലും അദ്ദേഹം ഞാൻ എൻ്റെ ഫിസിക്കൽ അനുവദിക്കെങ്കിൽ എന്നൊക്കെ പറയണമെങ്കിൽ പോലും മെസ്സി ഉണ്ടാവുന്ന കാര്യത്തിൽ സ്കലോനിക്ക് തന്നെ ഒരു ഡൗട്ടും ഇല്ല. അതുകൊണ്ട് തന്നെ മെസ്സി എന്ന് പറയുന്ന ഒരു താരത്തിന് ചുറ്റും നിർമ്മിച്ച ടീമാണ് ഇപ്രാവശ്യം. കളിക്കാർക്ക് തന്നെ ഭയങ്കരമായിട്ട് കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഡെബ്യൂ വേൾഡ് കപ്പ് കളിക്കുന്ന കുറേ പ്ലേയേഴ്സ്, ഇപ്പോൾ മെക്കലിസ്റ്റർ ആയാലും എൻസോ ആയാലും അൽവാരസ് ആയാലും ഇവരൊക്കെ ഡെബ്യൂ വേൾഡ് കപ്പാണ്. ഇപ്രാവശ്യം അവർ എക്സ്പീരിയൻസ്ഡ് പ്ലേയേഴ്സാണ്. ഇപ്പോൾ ലോകോത്തര ക്ലബ്ബുകൾ കളിക്കുന്ന കളിക്കാരാണ്. അപ്പോൾ ഒരു എക്സ്പീരിയൻസ് വന്നിട്ടുണ്ട്. അവർ പിന്നെ എന്താ പറയുക, ഒരു മത്സരത്തിൽ എങ്ങനെ ഇമ്പാക്റ്റ് ഉണ്ടാക്കണം എന്ന് അറിയുന്ന പ്ലേയേഴ്സാണ്. അതിനേക്കാൾ കൂടുതൽ സ്കലോനി സിസ്റ്റം എന്ന് പറയുന്നത് അത് വർക്കിംഗ് ആയിട്ട് പ്രൂവ് ചെയ്ത് വേൾഡ് കപ്പിനപ്പുറം നേടാനൊന്നുമില്ലല്ലോ. വേൾഡ് കപ്പ് നേടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കോൺഫിഡൻസ് വരുന്ന ടീമാണ് അർജൻറ്റീന ഇപ്രാവശ്യം. അതുകൊണ്ട് തന്നെ അത് ആദ്യ മാച്ചിൽ അർജൻറ്റീന ക്ലിക്ക് ഓൺ ചെയ്തു. അൾജീരിയക്ക് ഒരു മാച്ച് കൊടുക്കാൻ കഴിഞ്ഞില്ല അർജൻറ്റീനയ്ക്ക്. അതുകൊണ്ട് തന്നെ ക്ലിക്ക് ഓൺ ചെയ്തതോട് കൂടി അർജൻറ്റീന ഓൺ സോങ് ആയി. ഇപ്പോൾ ഇതുവരെയുള്ള കളികളൊക്കെ അർജൻറ്റീന ഏറെക്കുറെ പിന്നെ ഫ്ലോലെസ് ആയിട്ടാണ് കളിച്ചത്. ഇന്നത്തെ ഒരു ഗോൾ ഒഴിച്ച് നിർത്തിയാൽ ഓർക്കെ ബാക്ക് ലൈനും സെറ്റായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയെന്നുള്ളത്. ഇതിലേതെങ്കിലും താരം ഒരു പക്ഷേ സ്കലോണിയുടെ ഫസ്റ്റ് 11ലേക്ക് തിരിച്ചു. ലൊസെൽസോ ഒരു പക്ഷേ നമ്മൾ പറഞ്ഞ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഉണ്ടായിരുന്നു, പുറത്താവേണ്ടി വന്നു. അപ്പോൾ ലൊസെൽസോ എന്നും സ്കലോണിക്ക് ഒരു പ്രിയപ്പെട്ടവനാണ്. അപ്പം ലൊസെൽസോ ഇത് 11ലേക്കുള്ള ഒരു തിരിച്ചുവരാനുള്ള സാധ്യത. അൽമാഡയെ പോലുള്ള താരങ്ങൾ പ്രതീക്ഷിക്കൊത്തൊരു പ്രകടനം കഴിഞ്ഞ മത്സരങ്ങളിൽ വന്നിട്ടില്ല. ലോസെൽസോ അൽമാഡയും ഒരേ ശൈലിയിൽ കളിക്കുന്ന പ്ലേയേഴ്സ് അല്ല. ലോസെൽസോ കുറച്ചും കൂടി ക്രിയേറ്റർ റോളാണ്. അൽമാറ വിങ്ങിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ലോസെൽസോക്ക് അങ്ങനെ ഒരു റീപ്ലേസ്മെൻ്റ് അല്ല. എനിക്കിതിനകത്ത് ലോസെൽസോ ഇതിനൊരു വിഷയം ചിലപ്പോൾ ഇവരുടെ മിഡ്ഫീൽഡിൽ ഡീപോൾ, മെക്കലിസ്റ്റർ, എൻസോ എന്ന് പറയുന്ന ഈ 3 അംഗ ടീം, ഇവർ 3 പേരും അവരുടെ ഒരുപക്ഷെ കരിയർ ബെസ്റ്റ് ലെവലിലാണ് നിൽക്കുന്നത്. പറയുമ്പോൾ നമ്മൾ ഡെയിലി ഈ 3 പേരിൽ ഡീപോളാണ് നമ്മളൊന്നും കൂടി അത്ര ക്രിയേറ്റീവ് അല്ല, അത്ര അധികം ഒരു ഇതില്ല എന്ന് പറയുന്ന പ്ലെയറെങ്കിൽ പോലും അയാൾ ഗ്രൗണ്ടിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഭയങ്കരമാണ്. അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഉണ്ടാകുന്ന ഇപ്പോൾ എനിക്ക് രസകരമായ സംഭവത്തിൽ ഞാൻ കഴിഞ്ഞ അർജൻറ്റീനയുടെ ഓസ്ട്രേലിയ മാച്ചിനകത്ത് ഞാൻ കോട്ടക്കലിരുന്ന കളി കാണുന്നത് ഫ്രണ്ട്സിൻ്റെ കൂടെ. അപ്പോൾ കുറേ ടീമുണ്ട്, കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ എന്തോ ഒരു ഫൗൾ മൊമെൻ്റ് വന്നപ്പോൾ പിന്നെ എൻ്റെ കൂടെ കളി കാണുന്ന ഒരു നാടൻ ഒരാൾ പറയുന്നുണ്ട്, ആ ലോസെൽസ് ചോദിക്കല്ല, സോറി ഡീപോൾ ചോദിക്കാൻ പോയി എന്ന് പറയുന്നുണ്ട്. നാട്ടിൽ വരുന്ന പോലെ ആ ചോദിക്കാൻ പോകുന്നുള്ളത് അത് ഉത്തരവാദിത്തത്തിലല്ല, അത് പിന്നെ ഭയങ്കരമായിട്ട് ഡീപോൾ എടുക്കുന്നുണ്ട്. അപ്പോൾ 3 പേർക്കും എൻസോക്കായാലും മെക്കലിസ്റ്ററിനായാലും ഡീപോളിനായാലും നല്ല റോളുകളുണ്ട്. ഡീപോളിൽ പറഞ്ഞ പോലെ ഈ വേൾഡ് കപ്പ് തുടങ്ങിയ ഗോൾ അടിച്ചത് ഡീപോളിൻ്റെ പാസ് എന്നാണ്. അപ്പോൾ അവിടെ ഒരു ചേഞ്ച് വരുത്താന്നുള്ള സ്കലോനിക്ക് ഭയങ്കര തലവേദനയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇവരെപ്പോലെ തന്നെ ഈക്വലി സ്റ്റാർട്ട് ചെയ്യാൻ അർഹത 2 പ്ലേയേഴ്സാണ്. ഒന്ന് പിന്നെ ലോസെൽസോ, അതുപോലെ ലിയാൻഡ്രോ പെരേസ് എനിക്ക് തോന്നുന്നു ഡിഫൻസിന് ഭീകരമായിട്ടുള്ള ഒരു സ്ട്രെങ്ത് കൊടുക്കുന്ന പ്ലെയറാണ്. മാത്രമല്ല ഫിസിക്കലി അടിപൊളിയാണ്. പിന്നെ വേണമെങ്കിൽ എന്താ പറയുക, സെൻട്രൽ ഡിഫൻഡറായിട്ട് കളിപ്പിക്കാൻ പോലും പറ്റുന്ന തരത്തിൽ ആ ലെവലിൽ പൊസിഷൻ ചെയ്യുന്ന പ്ലെയറാണ്. ഈ 2 പ്ലേയേഴ്സും അത് അർജൻറ്റീനയ്ക്ക് ഭയങ്കര ഭാഗ്യമാണ്. ഈ സ്റ്റാർട്ടിങ് 3 ആർക്കെങ്കിലും പരിക്ക് പറ്റുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാറ്റേണ്ടി വരികയാണെങ്കിൽ റീപ്ലേസ്മെൻ്റ് ആയിട്ട് ഈ പ്ലേയേഴ്സ് ഉണ്ട് എന്നുള്ളത് ഈക്വൽ ക്വാളിറ്റി എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ലിയാൻഡ്രോ പെരേസിന് മറ്റുള്ളക്കാൾ മുകളിൽ തന്നെ വെക്കും, എൻ്റെ പേഴ്സണൽ ചോയ്സായിട്ട് വെക്കും. കാരണം പക്ഷേ അദ്ദേഹം ഒരു ഡിസ്ട്രക്റ്റഡ് റോളാണ് തിളങ്ങുക, അറ്റാക്കർ റോളല്ല, അല്ലെങ്കിൽ ക്രിയേറ്റീവ് റോളിലാണ് ഒരു വ്യത്യാസം. പക്ഷേ ആ ഒരു പ്ലെയർ ടീമിലേക്ക് വരുന്നതോട് കൂടി ഇവരുടെ ഡിഫൻസ് എനിക്ക് തോന്നുന്നു ഒന്നുകൂടി ഒരു 1 ഫോൾഡ് പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ബെറ്റർ ആവുന്നുള്ള ഫീലിംഗ് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ നിക്കോ പാസിനെ കുറിച്ച് നമ്മൾ ഒന്നുകൂടി സംസാരിക്കേണ്ടത് തോന്നുന്നു. കാരണം നിക്കോ പാസ് എന്നുള്ള പ്ലെയർ നമുക്കറിയാം കഴിഞ്ഞ വർഷം കോമോയിൽ തിളങ്ങിയത് കണ്ടിട്ട് റയൽ മാഡ്രിഡ് അതിന് തിരിച്ചു വിളിക്കുന്നു. പക്ഷേ ഈ ഒരു വേൾഡ് കപ്പിലെ ക്യാമ്പയിനിൽ ആൾക്ക് വലിയ സമയം കിട്ടുന്നില്ല. പക്ഷെ അത് റയൽ ഇംപ്രസ് ചെയ്യാത്തതുകൊണ്ടാണെന്ന് അറിയില്ല, വീണ്ടും കോമോയിലേക്ക് ഒരു ബൈബാക്ക് ക്ലോസോട് കൂടി വിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും അതിനൊരു കാരണം വെച്ചാൽ ഈ വേൾഡ് കപ്പ് റയൽ മാഡ്രിഡ് എപ്പോഴും സൂപ്പർ താരങ്ങൾ, ഈ കളി മികവിൻ്റെ കൂടെ തന്നെ സൂപ്പർ സ്റ്റാറുകളെ വിളിക്കുക, ആ ഒരു ഗ്ലാമർ കൂടി എൻജോയ് ചെയ്യുന്നൊരു ടീമാണ് റയൽ മാഡ്രിഡ്. കാരണം അവരുടെ എല്ലാ കാലത്ത് ട്രാൻസ്ഫർ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അങ്ങനെ സംഗതി ഉണ്ട്. ഇപ്പോൾ റൊണാൾഡീഞ്ഞോ ഓഫർ ചെയ്യപ്പെട്ട ആദ്യകാലത്ത് റൊണാൾഡീഞ്ഞിനെ വേണ്ടെന്ന് പറഞ്ഞ ടീമാണെന്ന് വരെ കേട്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ വേൾഡ് കപ്പിൽ അദ്ദേഹം സമയം കിട്ടുന്നില്ല. കോമോയിൽ അദ്ദേഹം നന്നായി കളിക്കുന്നുണ്ട്. പക്ഷേ ഈ വേൾഡ് കപ്പിൽ അർജൻറ്റീന ഈ മെസ്സിയുടെ നിലയിൽ അയാൾക്ക് കളിക്കാൻ ആകെ എനിക്ക് തോന്നുന്നു 1ാമത്തെ മാച്ചിൽ അദ്ദേഹം സബ് ചെയ്തു, ഈ മാച്ചിൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അത് കയറിയില്ലേ ഈ മാച്ചിൽ, ലാസ്റ്റ് മാച്ചിൽ അദ്ദേഹം സബ് ഔട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഒരു ഗോൾ ഇതുവരെ അടിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് സുവർണാവസരമായിരുന്നു ഒരു ഗോൾ അടിക്കുക അല്ലെങ്കിൽ നല്ല കീ ആയിട്ടുള്ള ഒരു അസിസ്റ്റ് കൊടുക്കുക ചെയ്യാൻ പറ്റുമായിരുന്ന സമയത്ത് അത് സംഭവിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിക്കോ പാസിന് അർജൻറ്റീന റോള് നേരത്തെ ഡിബാലയ്ക്കുള്ള അതേ പ്രോബ്ലം ഉണ്ട്. മെസ്സി ഭാഗ്യവശാൽ ഒരു പക്ഷേ മെസ്സിയുടെ അവസാന വേൾഡ് കപ്പ് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ നിക്കോ പാസിന് ആ ഒരു റോളിൽ പിന്നെ മെസ്സി എടുക്കുന്ന അല്ലെങ്കിൽ മെസ്സിയുടെ റോളെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ മെസ്സിയെ പ്ലേസ് ചെയ്യുന്ന റോളിൽ കോച്ച് അദ്ദേഹത്തിനെ കളിപ്പിക്കുന്നത്. അദ്ദേഹം നന്നായി അധ്വാനിച്ചിട്ടുണ്ട്, നല്ല 1-on-1 സിറ്റുവേഷൻസൊക്കെ നന്നായി പിന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ റയൽ മാഡ്രിഡിനെ അവരുടെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് വരാൻ അല്പം സമയം എടുക്കേണ്ടി വരും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
ഇപ്പോൾ അവസാനമായിട്ട് ഇവരുടെ റൗണ്ട് ഓഫ് 32 മത്സരം കൂടി നമുക്കൊന്ന് സംസാരിക്കേണ്ടത്. കാരണം ക്യാബോ വെർഡെയാണ് വരുന്നത്. അതെ. ക്യാബോ വെർഡെ നമുക്കറിയാം ഒരു സർപ്രൈസ് ഫാക്ടറായിരുന്നു. നമ്മൾ പറഞ്ഞ ഡാർക്ക് ഹോഴ്സസ് ഒക്കെ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങിയിട്ടും ഒരു 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 പ്രതീക്ഷയും കൊടുക്കാത്ത, ആരും പറയാ പോലും ചെയ്യാത്തൊരു ടീം 3 സമനില വഴങ്ങി, അതുപോലെ ഉറുഗ്വയെ പിടിച്ചു കെട്ടി, സ്പെയിനെ പിടിച്ചു കെട്ടി, സൗദിയെ തളച്ചു. ഈ 3 കഴിഞ്ഞാണ് വരുന്നത്. ആ ഒരു മത്സരത്തിലേക്ക് വരുമ്പം എങ്ങനെയാണ് അതൊരു നമ്മൾ കാത്തിരിക്കേണ്ടത്? എന്തായിരിക്കും അവരുടെ എക്സ്പെക്ട് ചെയ്യേണ്ടത് ഒരു മത്സരത്തിൽ? അതിൽ അർജന്റീന കംഫർട്ടബിളായി ജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കാണുന്ന ഒരു സ്കോർ ലൈന് 3-0 ആണ്. 3-0 ജയിക്കുമെന്നാണ് കാണുന്നത്. കാര്യം ഈ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇവർ നേരിട്ട് 3 മാനേജർമാരായാലും ഇപ്പോൾ പിന്നെ ലാഫുവൻ്റെ, പിന്നെ ബിയൽസ, പിന്നെ എന്താണ് സൗദിയുടെ കോച്ച്, ഈ 3 പിന്നെ കോച്ചുമാരുടെ ശൈലികളിലും പിന്നെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ എലമെൻറ്റുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് പേപ്പർ ജയിച്ചത്. എന്ന് മാത്രമല്ല അവർ ഈ യുറുഗ്വയ്ക്കെതിരെ അവസാന നില സമനില ഗോൾ എന്ന് പറഞ്ഞെങ്കിൽ ഭയങ്കര അട്ടർ എന്താ പറയുക, ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഭയങ്കര മിസ്റ്റേക്കുള്ള ഗോൾ കീപ്പറും അതുപോലെ ബാക്ക് ലൈനൊക്കെ മൊത്തം മിസ്റ്റേക്ക് എന്ന് പറഞ്ഞ ഗോളാണ്. അവർക്ക് ഹൈ എനർജി ഉണ്ട് ഭയങ്കരമായിട്ട്. പിന്നെ ഒരു ഫിസിക്കൽ ഗെയിം കളിക്കാൻ കഴിയുന്ന ആളാണ്. ഭയങ്കര ഈ അർജന്റീനയ്ക്കൊക്കെ വേണമെങ്കിൽ അവർ മിഡ്ഫീൽഡ് സെറ്റ് ചെയ്യാൻ സമ്മതിക്കാത്ത തരത്തിൽ കളിക്കാൻ കഴിയുന്നത്, അതുകൊണ്ട് ലോ ബ്ലോക്ക് കളിക്കാനും നന്നായിട്ട് കഴിയുന്ന ടീമാണ്. അതൊക്കെ ശരിയാണ്. പക്ഷേ അത് പൊളിക്കാനുള്ള ടെക്നിക്കുകൾ സിംപ്ലി സ്കലോനിൻ്റെ കയ്യിലുണ്ടെന്നാണ് ഞാൻ പിന്നെ വിചാരിക്കുന്നത്. അത് മാത്രമല്ല പിന്നെ അതിൻ്റെ കൂടെ തന്നെ അതിനെപ്പറ്റി പ്ലെയേഴ്സും ഉണ്ട്. മെസ്സി അവിടെ നിൽക്കട്ടെ, മെസ്സി ഉണ്ട് ഓൾറെഡി. മെസ്സി അല്ലാതെ തന്നെ ഈ പിന്നെ അർജന്റീന ഇപ്പോൾ നമ്മൾ ഒരു അട്രാക്റ്റീവ് ഡിസീവ് എന്ന് പറയുന്ന ഒരു ശൈലി ഉണ്ടല്ലോ. നമ്മൾ പിന്നെ പ്ലെയേഴ്സിൻ്റെ അടുത്ത് ബോൾ കൊടുക്കുക, അപ്പോൾ കളിക്കാർ ഒന്നായിട്ട് വരുന്നു, അപ്പോൾ പിന്നെ ഗ്യാപ്പ് ഉണ്ടായി കളിക്കുന്ന തരത്തിലുള്ളൊരു കളി കളിക്കുന്ന അതാണ്. പിന്നെ സ്കലോനിൻ്റെ ഒരു പ്രത്യേകത എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു ശൈലിയല്ല കളിക്കുന്നത്. ഇപ്പോൾ ലാഫോന്തിൻ്റെ ഒക്കെ നമുക്ക് കുറേ പ്രഡിക്റ്റബിളാണ് ചില ഘട്ടങ്ങളൊക്കെ. ഈ അർജന്റീനയുടെ കളി നമുക്ക് ഒരിക്കലും ഒരു 90 മിനിറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 5-10 തരത്തിലുള്ള കളിക്കുന്നവർ ഓരോ ഘട്ടത്തിൽ. മെസ്സി ഉള്ളപ്പോൾ മെസ്സി ഇറങ്ങുമ്പോൾ, മെസ്സി കയറുമ്പോൾ, അതല്ലെങ്കിൽ പിന്നെ മിഡ്ഫീൽഡർമാർ വിങ്ങർമാർ കയറുമ്പോൾ, വിങ് ബാക്ക് കയറുമ്പോൾ, ഇറങ്ങുമ്പോൾ ഒക്കെ പല തരത്തിലുള്ള കളികൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കേവർത്തിക്കെതിരെ ഒരു സ്കലോനി പഠിച്ചു പോകും. മാത്രമല്ല പിന്നെ അത് പൊട്ടിക്കാനും കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ടഫ് മാച്ച് കൊടുക്കുക ഉറപ്പായിട്ടും. ഒരു വേൾഡ് കപ്പ് പോലുള്ള ഒരു വലിയ സ്റ്റേജിൽ ഇത്ര അധികം നന്നായിട്ട് സ്പെയിൻ, ഉറുഗ്വ പോലുള്ള ആ ഗ്രൂപ്പിൽ നിന്ന് കയറി വരികയാണെങ്കിൽ, സൗദിയെ പോലുള്ള ഗ്രൂപ്പിൽ നിന്ന് കയറി വരാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു കാര്യത്തിനുണ്ടെങ്കിൽ കേപ്പർത്തെ നമ്മൾ ഒരിക്കലും എഴുതി തള്ളാൻ പറ്റില്ല. ഡാർക്ക് ഹോഴ്സസ് ഇപ്പം തന്നെ ഒഴിക്കാൻ പറ്റിയ ടീമൊക്കെ തന്നെ ഒക്കെ ശരിയെന്നൊന്നും ഞാൻ ഇത് പറയുന്നില്ല. മാത്രമല്ല അവർ അർജന്റീനയെ തോൽപ്പിക്കാൻ പിന്നെ എന്താ പറയുക, തോൽപ്പിക്കാൻ വേണ്ടിയും കളിക്കല്ല, അത് വെറുതെ ചുമ്മാ ഒന്ന് പോകാനല്ല. അവർ ഇത്രയും കളി കാണാൻ വന്നല്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞു. ടഫ് കോമ്പറ്റീഷൻ കൊടുക്കും, എന്നാലും കോമ്പറ്റീഷൻ കൊടുക്കും. അർജന്റീന കുറച്ചും കൂടി പിന്നെ ഗോൾ അടിക്കാൻ കുറച്ചും കൂടി വഴികൾ കണ്ടെത്തേണ്ടത്. അതിനകത്ത് ഫസി നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനകത്ത് പിന്നെ ഇവരെങ്ങനെയാണ് മെസ്സിയെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. മെസ്സി ഇതുവരെ ആരും അങ്ങനെ മാൻമാർക്ക് ചെയ്തിട്ട് അങ്ങനെ തീർത്തിട്ടില്ല. അത് പോസിബിളും അല്ല. പക്ഷേ ഇൻ കേസ് ഈ മാച്ചിൽ അവർ മെസ്സിയെ പൂട്ടാൻ അവർക്കൊരു പ്ലാൻ ഉണ്ടെങ്കിൽ, അവരതിൽ വിജയിക്കുകയും ചെയ്യുകയാണെങ്കിൽ അർജന്റീന എന്ത് ചെയ്യുന്നുള്ളൊരു ചോദ്യം ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ മെസ്സിയിലേക്കുള്ള ചാനൽസ് ബോൾ മുറിക്കുക, മെസ്സിയിൽ നിന്നുള്ള മെസ്സിയുടെ മൂവ്മെൻറ്റ് തടയുക, അങ്ങനെ ആ തരത്തിലുള്ള ഒരു ഫിസിക്കൽ ഗെയിം, ഒരു അത്യാവശ്യം ഫിസിക്കൽ ടീമാണല്ലോ. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ എന്ത് ചെയ്യുന്നുള്ളത് അപ്പോഴാണ് മറ്റ് കളിക്കാർ ഗോൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് ആകെ ഈ പറഞ്ഞ പോലെ ലോത്താറോ മാർട്ടിൻസിൻ്റെ പെനാൽറ്റിയും ലോസെൽസോൻ്റെ ഫ്രീക്കും മാത്രം നമുക്ക് പിന്നെ അർജന്റീന ഓൺ ഫീൽഡ് പ്ലേയേഴ്സിൻ്റെ ഗോളായിട്ട് കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അവിടെ ആക്ച്വലി നമ്മുടെ സ്ട്രൈക്കർമാർ ലോത്താറോ മാർട്ടിനസ് ആവട്ടെ, അല്ലെങ്കിൽ ഹൂലിയൻ അൽവാരസ് ആവട്ടെ, അൽമൈഡ ആവട്ടെ, ആ തരത്തിലുള്ള പ്ലേയേഴ്സൊക്കെ ഗോൾ അടിക്കേണ്ട. എൻസോ ഫെർണാണ്ടസ് ഒക്കെ ലോങ് റേഞ്ചൊക്കെ കളിക്കുന്ന പ്ലെയറാണ്. അതുപോലെ എന്താ പറയുക, നമ്മൾ മക്കലിസ്റ്റർ ലോങ് റേഞ്ചിലൊക്കെ ഓടിക്കാൻ കഴിയുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള പ്ലേയേഴ്സൊക്കെ കളിച്ചിട്ട് എക്സ് ഫാക്ടറായിട്ട് ഗോൾ വരണം. അതുപോലെ പിന്നെ കോർണർ കിക്കുകളെന്നോ അല്ലെങ്കിൽ പിന്നെ ക്രോസുകളിൽ നിന്നൊക്കെ ഗോൾ വരണം. ആ തരത്തിലൊക്കെ ഒരു പ്ലാൻ അങ്ങനെ വരണം. അങ്ങനെ വരികയാണെങ്കിൽ അർജന്റീന ജയിക്കും. അതിനുള്ളൊരു പ്ലാനും കൂടി സ്കലോനി കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.